ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ പോപ്പോയ്ക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഉച്ചയോടുകൂടി തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വൈകിട്ടാണ് ഫങ്ഷൻ. അപ്പോൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ബന്ധുക്കളും നാട്ടുകാരും പിന്നീട് കൂട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അനിയനും അനിയത്തിക്ക് ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. പിന്നെ അവർ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ നാട്ടിൽ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാൻ പറ്റിയ ഒരു അവസരമായിരുന്നു നമ്മുടെ പോപ്പോയ്ക്കുട്ടൻ്റെ ബർത്ത്ഡേ. അവൻ എല്ലാവരുടെയും കയ്യിൽ പോകും കേട്ടോ. നമ്മളിപ്പോൾ ശരിക്കും വെളിയിൽ നിന്നായാലും ഇവിടുത്തെ ആയാലും ചില കുഞ്ഞുങ്ങളൊന്നും ആരുടെയും കയ്യിൽ പോകാറില്ല. പക്ഷേ പോപ്പോയുടെ കാര്യം നേരെ മറിച്ചാണ് കേട്ടോ. ആര് വിളിച്ചാലും പോകും. കണ്ടില്ലേ, അവൻ ഒരു പരിചയം വേണ്ട, അവൻ എല്ലാവരുടെയും കയ്യിൽ പോവും. എനിക്കൊന്ന് അതിലും കുറച്ച് പാടാണെന്ന് തോന്നുന്നു ലക്കിയുടെ കാര്യം. ലക്കി കണ്ടില്ലേ, അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ കേക്കൊക്കെ വന്നു. കേക്കൊക്കെ ഞങ്ങൾ കണ്ടു. അതിനുശേഷം കുറേ നേരം കുറേ റിലേറ്റീവ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോടെല്ലാം ഇങ്ങനെ കാര്യം പറഞ്ഞ് നടക്കുകയാണ്. അവിടുത്തെ അമ്മയായാലും എൻ്റെ അമ്മയായാലും അനിയത്തി ആയാലും എല്ലാവരും ഇങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം കാണുകയല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ബർത്ത്ഡേ കുട്ടൻ്റെ കേക്ക് മുറിക്കൽ സമയം എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കേക്ക് മുറിക്കുകയാണ്. അച്ഛനും അമ്മയും അച്ഛമ്മയും ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അവൻ്റെ അച്ഛമ്മയാണത്. പിന്നീട് അമ്മ കേക്ക് കൊടുത്തു. അങ്ങനെ അധികം മധുരമൊന്നും കൊടുക്കാണ്ടാത്തതുകൊണ്ട് എല്ലാവരും ഒന്നും ഇല്ല കേക്ക് കൊടുക്കാനായിട്ട്. നമ്മൾ ജസ്റ്റ് അതൊന്ന് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം കേക്ക് നമ്മൾ എല്ലാ ടേബിളിലും കട്ട് ചെയ്ത് സെർവ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് കണ്ടില്ലേ, ഞാൻ എടുക്കുകയാണ്. ഞങ്ങളെല്ലാം ഫാമിലിയായിട്ട് നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടോ. അപ്പം അത് നമുക്ക് മസ്റ്റാണല്ലോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവരും കൊടുത്തു. നോക്കൂ, അവർ മൂന്നാളും കഴിക്കുകയാണ്. സൂപ്പർ കേക്ക് അമ്മ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. നല്ല കേക്കായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം നല്ലതായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു. കപ്പ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഭക്ഷണമായിരുന്നു. എല്ലാവരും കഴിച്ചവരൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ്. ലക്കിക്കാണെങ്കിൽ ലക്കിയുടെ മാമൻ വാരിക്കൊടുക്കുകയാണ് കേട്ടോ. ജിങ്കു മാമൻ വാരിക്കൊടുക്കുകയാണ്. നമ്മു ഉണ്ടായിരുന്നു, ആശോമൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരെയും കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലക്കിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇതേണ്ട കണ്ടില്ലേ, ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റീലെടുക്കാം അമ്മ എന്ന് പറഞ്ഞ് മേളിൽ വന്നിട്ട് ഡാൻസൊക്കെ കളിക്കണം. പക്ഷേ റീലെടുപ്പൊന്നും നടന്നില്ല. നമ്മൾ റിലേറ്റീവ്സൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെയും കൂടെ ഓടി നടക്കുകയായിരുന്നു. അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് പടക്കമൊക്കെ കുറച്ച് പൊട്ടിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ശംഖുവിന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ അപകടമൊന്നും പറ്റിയില്ല. എങ്കിലും അടിപൊളിയായിരുന്നേ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.